വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏത്തപ്പഴമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, നല്ല കട്ട തൈര്, തേങ്ങ തിരുമിയത്, ജീരകം ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഒരു ചട്ടിക്കകത്തേക്കൊന്ന് അരിഞ്ഞിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തക്കായൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. പച്ചമുളകൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം. ഞാനതിൽ ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു മൂടി വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ തൈര് എടുത്ത് വെച്ചില്ലേ, അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴമൊക്കെ വെന്തോന്ന് ഒന്ന് നോക്കാം. ചട്ടിയുടെ മൂടിയൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ ഏത്തപ്പഴം വെന്തിരിപ്പുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു. ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം അതിൽ ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കട്ട തൈരില്ലേ, അത് ഞാൻ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം പിന്നെയും ചേർക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ ശർക്കര ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് പുളിശ്ശേരിക്ക്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒന്ന് കടുക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോഴത്തേനും വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പുളിശ്ശേരിക്കകത്തേക്ക് ഒഴിച്ചിട്ടൊരു മൂടി വെച്ച് അടയ്ക്കുക. ഒരു 5 മിനിറ്റ് ശേഷം ഇനി മൂടി തുറക്കാവുള്ളേ. അപ്പോൾ എന്തൊരു മണമാണെന്നറിയാമോ? നല്ലൊരു പ്രത്യേക മണമാണ്. ഞാനിനി ഒരു ബൗളിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട. ഇനി ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ ഏത്തപ്പഴമൊക്കെ കിട്ടുമ്പോഴത്തേനും ഒന്നുണ്ടാക്കി നോക്കണേ ഇതുപോലെ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.